ഹായ് ഓൾ. ഇന്നലെ മുതൽ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് NHS നിർത്തി എന്നുള്ള ന്യൂസ്. സോ അതിനെക്കുറിച്ചുള്ള എൻ്റെ വ്യൂസും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ NHS ട്രസ്റ്റുകളല്ല നിർത്തിയിട്ടുള്ളത്. NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ് നിർത്തലാക്കിയിട്ടുള്ളത്. ശരിക്കും ഈ NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഭരണാധികാരമുള്ള, എന്നാൽ UK ഗവൺമെൻറ്റിനും NHS ട്രസ്റ്റുകൾക്കും ഇടയിൽ നിൽക്കുന്ന ഒരു ഏജൻസി മാത്രമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം NHS ഇംഗ്ലണ്ട് സ്ക്രാപ്പ് ചെയ്തു എന്ന് പറയുമ്പോഴും ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് അതിനെ ഡയറക്റ്റ് സ്ക്രാപ്പ് ചെയ്യുകയല്ല. ഒരു 2 വർഷത്തോളം എടുത്ത് NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനെ മിനിസ്ട്രിയുടെ അണ്ടറിലേക്ക്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ശരിക്കും എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിങ്ങൾ NHSനകത്ത് നേഴ്സായിട്ടോ ഡോക്ടറായിട്ടോ ഹെൽത്ത് കെയർ പ്രൊഫഷണലായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ റിലേറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു നല്ല ന്യൂസ് തന്നെയാണ്. കാരണം ഇന്നലെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ NHS ഇംഗ്ലണ്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്ന ആ എമൗണ്ടുകളും കൂടി എടുത്തിട്ട് NHSലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് കൂടുതലായിട്ടും NHSൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, GP സർജറി തുടങ്ങിയവയിലേക്ക് കൂടുതൽ ഫണ്ട് എത്തിച്ച് അതിന്റെ പ്രവർത്തനം കുറച്ചും കൂടെ കാര്യക്ഷമമാക്കാനായിട്ടാണ് അവർ ശ്രമിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എല്ലാ ന്യൂസിനകത്തും പറയുന്നത് പോലെ ആകെ NHS ഇംഗ്ലണ്ടിനകത്ത് വർക്ക് ചെയ്യുന്ന NHS ഇംഗ്ലണ്ടിന്റെ ഡയറക്റ്റ് സ്റ്റാഫ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ന്യൂസും എന്താ പറയുക നെഗറ്റീവായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു NHS ഇംഗ്ലണ്ട് സ്ക്രാപ്പ് ചെയ്യുന്നത് വഴി അവർക്ക് ജോലി നഷ്ടം വരുന്നത് NHS ഇംഗ്ലണ്ട് ഡയറക്റ്റ്ലി എംപ്ലോയ് ചെയ്തിരുന്ന സ്റ്റാഫിന് മാത്രമാണ്. ഇപ്പം നിങ്ങൾ UK ഏതെങ്കിലും ഒരു ലോക്കൽ ട്രസ്റ്റിന്റെ വിസയിലാണ് നിങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ NHS ഇംഗ്ലണ്ട് സ്ക്രാപ്പ് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും ബാധിക്കുന്ന കാര്യമല്ല. മാത്രമല്ല, ഇപ്പം NHS ട്രസ്റ്റുകൾക്കാണെങ്കിലും ഡയറക്റ്റ് മിനിസ്ട്രിയുടെ അണ്ടറിലേക്ക് വരുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.